എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് 1000 ആണ്ട് ന്യായവിധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്നല്ല. 1000 വർഷത്തെ കാലദൈർഘ്യമുള്ള ഒരു ന്യായവിധിയുടെ സമയം ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. പലരും ഈ കാലഘട്ടത്തെ അതിന് അക്ഷരാർത്ഥമല്ല, അത് ലക്ഷ്യാർത്ഥമാണ് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നു. അതിൻ്റെ കാരണം പറയുന്നത് വെളിപ്പാട് പുസ്തകം ലക്ഷ്യാർത്ഥമായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ലക്ഷ്യാർത്ഥമുണ്ട്, അക്ഷരാർത്ഥമുണ്ട്, ഉപമരൂപത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇത് ഏത് കാര്യമാണ് അക്ഷരാർത്ഥം, ഏത് കാര്യമാണ് ലക്ഷ്യാർത്ഥമെന്ന് മനസ്സിലാക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ 1000 ആണ്ടേക്ക് സാത്താനെ ചങ്ങലയിട്ട് ബന്ധിക്കും എന്ന് പറഞ്ഞു. 1000 വർഷത്തേക്ക്, 1000 വർഷം കഴിയുമ്പോൾ സാത്താനെ ബന്ധനത്തിൽ നിന്ന് മോചിതനാണ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥമാണോ ലക്ഷ്യാർത്ഥമാണോ? അപ്പോൾ ദൈവത്തിന് അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ 1000 വർഷം ആവശ്യമുണ്ട് എങ്കിൽ അത് പിന്നെ എങ്ങനെയാണ് എഴുതേണ്ടത്? ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുമോ? ഇത് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 31-ാം വാക്യത്തിൽ ഈ ന്യായവിധിയുടെ സമയത്തെക്കുറിച്ച് അപ്പോസ്തലൻ ഒരു വാചകം അവിടെ പറയുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ഇവിടെ ഒരു ദിവസം എന്നാണ് ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുക. അതായത് മുഴുവൻ മനുഷ്യരാശിയെയും ആദാം മുതൽ ജനിച്ച് മരിച്ച് മൺമറഞ്ഞ ജനകോടികളെ മുഴുവൻ പുനരുത്ഥാനം വഴി ജീവനിലേക്ക് കൊണ്ടുവന്നിട്ട് നൽകപ്പെടുന്ന ന്യായവിധി, അതിന് ഒരു ദിവസത്തെ നിശ്ചയിച്ചാണ്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഈ പറയുന്ന ദിവസം എന്നുള്ളത് ഒരു അക്ഷരാർത്ഥത്തിലുള്ള ഒരു ദിവസമല്ല. മുഴുവൻ പേരെയും ന്യായം വിധിക്കാൻ സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞു. നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ. 1000 ഒരു ദിവസം 1000 സംവത്സരം പോലെ, 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കണം. ഒരു ദീർഘമായ കാലഘട്ടം നമ്മുടെ പൂർവ്വപിതാവായ ആദാമിനെ സംബന്ധിച്ച് സാമാന്യമായ രീതിയിൽ പറഞ്ഞാൽ ഒരു 1000 വർഷത്തിൻ്റെ ഒരു ദൈർഘ്യം. ഒരു 70 വർഷം കൂടെ വന്നാൽ 1000 ആദാമിനെ സംബന്ധിച്ച് ആദാമിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷമാണെന്ന് നമ്മൾ സാമാന്യമായിട്ട് പറഞ്ഞാലും അതിൽ തെറ്റില്ല. കർത്താവിൻ്റെ ഒരു ദിവസം ആദാമിന് തുല്യനായി, അതായത്
രണ്ടും രണ്ട് വിപരീത ധ്രുവങ്ങളിലാണെന്നുമാണ്. ആദാമിൻ്റെ മധ്യസ്ഥനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തുവിനും കൊടുക്കുന്ന ദിവസം 1000 സംവത്സരമാണ് ദൈവം കൊടുക്കുന്നത്. ഇതൊക്കെ ലക്ഷ്യാർത്ഥമാണെന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയും ഇല്ലെന്ന്. അപ്പോൾ മുഴുവൻ ലോകത്തെയും ന്യായം വിധിക്കാൻ ഒരു ദീർഘമായ കാലഘട്ടം ആവശ്യമായിരിക്കുന്ന ഈ ന്യായവിധി എന്ന് കേൾക്കുമ്പോൾ പലരും ഈ പദത്തെ തെറ്റിദ്ധരിക്കുന്നു. ശിക്ഷാവിധി എന്നാണ് പലരുടെയും ധാരണ. ന്യായവിധി എന്ന് പറഞ്ഞാൽ ന്യായമായ വിധി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാളെ രക്ഷയ്ക്കോ ശിക്ഷയ്ക്കോ വിധിക്കുന്നത്, നിശ്ചയിക്കുന്നത് ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലായി, ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായി. അപ്പോൾ മുഴുവൻ ലോകത്തെയും ന്യായം വിധിക്കണമെങ്കിൽ മുഴുവൻ ലോകത്തിനും ഒരുപോലെ ബാധകമായിരിക്കുന്ന ഒരു പ്രമാണം ആവശ്യമാണ് എന്നുള്ളതാണ്. തെസ്സലോനിക്കയിലെ ഒരു വാക്കുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. ആദാമിനെ സംബന്ധിച്ച് അദ്ദേഹം തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ മുഴുവൻ മനുഷ്യനെയും പാപികളായി ദൈവം കണക്കിട്ടു. യേശുക്രിസ്തു രക്ഷകനായി വന്നതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതിമാന്മാരായി ദൈവം കണക്കിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ സാധ്യമാകൂ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഓരോ വകുപ്പുകളും അതാത് ശിക്ഷയ്ക്ക് അതാത് വകുപ്പ് അനുസരിച്ചുള്ള നിയമങ്ങളതിലുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഒരാളെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു മഹാകോടതിയുടെ മുമ്പിൽ മുഴുവൻ മനുഷ്യരാശിയും അണിനിരത്താൻ പോവുകയാണ്. ആദാം മുതൽ ക്രിസ്തുവിൻ്റെ ഈ 1000 ആണ്ടത്തെ വാഴ്ച ആരംഭിക്കുന്നത് വരെ ജനിച്ചു മരിച്ച ജനകോടികളെ വീണ്ടും ഈ ഭൂമിയിലേക്ക് ഉണ്മയിലേക്ക് കൊണ്ടുവരും. പുനരുത്ഥാനം വഴി വരുന്ന ഈ ജനകോടികളെ ന്യായമായ വിധി പ്രസ്താവിക്കുവാനാണ് ഈ ദീർഘമേറിയ കാലഘട്ടം അനുവദിച്ചിരിക്കുന്നത്. അപ്പം ഏത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായം വിധിക്കുന്നതെന്ന് നമുക്കൊരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 3:6-7 കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്നും അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. അപ്പോ കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി വരുമ്പോൾ ഇതെന്തിനാ വരുന്നേ? ശക്തിയുള്ള ദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെക്കുറിച്ചാണ്. ക്രിസ്തുവും സഭയും അടങ്ങുന്ന ഒരു സ്വർഗീയ ഗവൺമെൻറ്റാണ് ഈ ഭൂമിയെ ഭരിക്കാൻ വരുന്നത്. അവരാണ് ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് സുവിശേഷം അനുസരിക്കുന്നവർ അനുസരിക്കാത്തവരല്ല. അപ്പോൾ ലോകത്തെ ന്യായം വിധിക്കുന്നത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോസ്തലൻ മറ്റൊരു വേദഭാഗത്ത് പറയുന്നു, എൻ്റെ സുവിശേഷപ്രകാരം ലോകത്തെ ന്യായം വിധിക്കുന്ന നാളിൽ എന്ന് പറയുന്നുണ്ട്. എന്താണ് എൻ്റെ സുവിശേഷം എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക.
അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പൊ ക്രിസ്തുവിനെ സംബന്ധിച്ച സുവിശേഷം മുഴുവൻ ആളുകൾക്കും നൽകപ്പെടും എന്നാണ്. ഇന്നിപ്പോ ക്രിസ്തുവിനെ അനുസരിക്കാത്തവരും അംഗീകരിക്കാത്തവരും ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ലാത്തതായ ജാതികളും രാജ്യങ്ങളും വളരെയുണ്ട്. അവരെയൊന്നും ഇപ്പോൾ ദൈവം ന്യായം വിധിക്കുന്നില്ല. ന്യായവിധി എല്ലാവർക്കും വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന സമയം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും സുവിശേഷം അറിയുവാനുള്ള അവസരം നൽകപ്പെടുമെന്നാണ്. ഈ എല്ലാവരും എന്ന് പറയുന്നതിൽ ക്രിസ്തു ഒന്നാമത് ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ജനിച്ച് മരിച്ച ജനകോടികൾ അവരെങ്ങനെയാണ് സുവിശേഷം അറിയുന്നത്? അവർ സുവിശേഷം അറിയണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വപിതാവായ ആദാം വരെ സുവിശേഷം അനുസരിക്കണം, ക്രിസ്തുവിനെ അനുസരിക്കണം. അപ്പോൾ ക്രിസ്തുവിനെ അനുസരിക്കണമെങ്കിൽ ആദാം ഉണ്ടെങ്കിലല്ലേ അനുസരിക്കാൻ പറ്റൂ. അപ്പോൾ ആദാമിനെ മരണനിദ്രയിൽ നിന്നും ഉണർത്തി ഈ ഭൂമിയിൽ കൊണ്ടുവരും. അതുപോലെ മുഴുവൻ മനുഷ്യരെയും ഈ ഭൂമിയിൽ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ സുവിശേഷം നൽകപ്പെടുന്നത്. അപ്പോൾ ഈ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് പുനരുത്ഥാനം എന്നാണ്, മരിച്ചവരുടെ പുനരുത്ഥാനം. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന വിഷയം ഒറ്റ അടിക്ക് നടക്കുന്ന ഒരു സംഭവമല്ല. അത് പടിപ്പടിയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ദൈവത്തിൻ്റെ. കർത്താവിൻ്റെ സാന്നിധ്യകാലത്ത് ആദ്യം പുനരുത്ഥാനം പ്രാപിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഭയാണ്. അത് ഒന്നാം പുനരുത്ഥാനമെന്ന്. അതിൻ്റെ ശേഷമാണ് ജാതികളായ ആളുകൾ പുനരുത്ഥാനം ചെയ്തു. അവർ പുനരുത്ഥാനം ചെയ്ത് മനുഷ്യപ്രകൃതിയിൽ തന്നെയാണ് ഭൂമിയിലേക്ക് വരുന്നത്. ആത്മപ്രകൃതിയെ ഈ സ്വർഗത്തിലേക്ക് പോവുകയല്ല. ക്രിസ്തുവിൻ്റെ സഭയാണ് സ്വർഗീയ പ്രതിമ ധരിക്കുന്നത്. ബാക്കി എല്ലാവരും ആദാമിനെ പോലെ തന്നെ മാനുഷപ്രകൃതിയിലാണ് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ തലമുറകൾ പുറകോട്ടാണ് പടിപ്പടിയായി പുനരുത്ഥാനം നടക്കുന്നത്. ഈ പുനരുത്ഥാനത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ പുറകോട്ട് പിന്നിട്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ പൂർവ്വപിതാവായ ആദാം. അപ്പോൾ ഇത്രയും ദൈർഘ്യമേറിയ കാലഘട്ടത്തിൽ പടിപ്പടിയായി നടക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ് പുനരുത്ഥാനം. അതിനു വേണ്ടിയിട്ടാണ് 1000 സംവത്സരം ദൈവം തീരുമാനിച്ചു വച്ചിരിക്കുന്നത്. പിന്നെ ഈ 1000 സംവത്സരത്തിനകത്ത് നടക്കേണ്ടുന്ന മറ്റൊരു വിഷയം, ഈ ഭൂമി പർദീസയായി തീരണം. അതായത് ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പോൾ 1000 വർഷം കൊണ്ട് ഭൂമി പർദീസയായി തീരുമ്പോൾ ഈ ജീവവൃക്ഷവും അവിടെ ഉണ്ടായിരിക്കുമെന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം ആദിമ ഉദ്ദേശം, ദൈവത്തിൻ്റെ ആദിമ പ്ലാൻ ഈ ഭൂമിയിൽ നിവൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എസെക്കിയേൽ പ്രവചനം 18 ഒരു വാക്യം നമുക്ക് വായിക്കാം. അവിടെ പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് എഴുതിയിരുന്നു. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നാണ്. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഇന്നിപ്പോൾ പാപം ചെയ്യുന്നവരും പാപം ചെയ്യാത്തവരും എല്ലാവരും ഒരുപോലെ മരിക്കും.
നീതിമാന്മാരും മരിക്കുന്നു, നീതികെട്ടവരും മരിക്കുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവരും മരിക്കുന്നു, അവിശ്വാസികളും മരിക്കുന്നു. അപ്പൊ എസെക്കിയേൽ പറയുന്ന ആ ഒരു വാക്യം പാപം ചെയ്യുന്ന ദേഹിയെ മരിക്കുള്ളൂ എന്നാണ്. ആദാം പാപം ചെയ്തതിന്റെ ഫലമായി എല്ലാവരും മരിച്ചു. അത് ആദാമിൽ കൂടെയുള്ള മരണം. ഈ 1000 ആണ്ടത്തെ ന്യായവിധിയുടെ കാലഘട്ടത്തിൽ പാപം ചെയ്യുന്ന ദേഹിയെ മരിക്കും. അപ്പോ അവിടെ എന്താണ് പാപം? അവിടെ ചെയ്യുന്ന പാപം യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സഹസ്രാബ്ദ വാഴ്ചയിലുടനീളം ക്രിസ്തുവിനെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ആളുകളുണ്ട് അവിടെ. അവരെ സംബന്ധിച്ച് പാപികൾ എന്നാണ് വീണ്ടും മുദ്രകുത്തുന്നത്. ആ പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് പറഞ്ഞാൽ അത് 2ാം മരണമാണ്. 2ാം മരണത്തിൽ നിന്ന് മോചനമില്ല, അത് നിത്യമായ നാശമാണ് എന്നവർ. ഇപ്പോ ആദാമിൽ കൂടെ ഇപ്പോൾ പാപികളായി തീരുന്നവരെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ മറുവിലയുടെ പ്രയോജനത്തിന്റെ പേരിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും പുനരുത്ഥാനം ഉണ്ടാകുന്നതാണ്. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും. പക്ഷേ സഹസ്രാബ്ദത്തിൽ നിയമം മാറും, വ്യവസ്ഥ മാറും. പുത്രനെ അനുസരിക്കുന്നവന് ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല എന്നാണ്. അപ്പൊ ഇവിടെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ന്യായവിധി ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ പുത്രനെ അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന ജീവൻ ആദാമിന് ലഭിച്ച പോലുള്ള ജീവനല്ല. ആദാമിന് ലഭിച്ച ജീവൻ അത് നിത്യജീവനായിരുന്നില്ല, ജീവൻ മാത്രമായിരുന്നു. അപ്പോൾ ഭാവിയിൽ ഈ പ്രവചനത്തിന്റെ നിവൃത്തിയുടെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. ഇന്ന് ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർക്കും അംഗീകരിക്കുന്നവർക്കും ഒക്കെ ഒരുപോലെ തന്നെയാണ് അനുഭവങ്ങൾ. ഇന്ന് ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരെ ദൈവം ഇപ്പോൾ ശിക്ഷിക്കുന്നൊന്നുമില്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരോടും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ അത് കൽപ്പന ചിലരനുസരിക്കുന്നു, ചിലർ അനുസരിക്കുന്നില്ല. എന്നാൽ ഭാവിയിൽ താൻ ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ നിശ്ചയിച്ച പുരുഷനിൽ കൂടി ഒരു കാലഘട്ടം കരുതിയിരിക്കുന്നു എന്നാണ്. അത് യേശുക്രിസ്തുവിൽ കൂടെയുള്ള ന്യായവിധിയാണ്. എന്തുകൊണ്ടാണ് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകാം. പക്ഷെ അതിനുള്ള ഉത്തരം, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് നൽകിയിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിലാണെങ്കിലും പിതാവായ ദൈവം ആരാണെന്നും യേശുക്രിസ്തു ആരാണെന്നും മനസ്സിലാക്കാതെ വിശ്വാസികളായിരിക്കുന്ന ക്രൈസ്തവ ലോകമാണ് ഇവിടെ ഇന്നും നിലനിൽക്കുന്നത്. യേശു തന്നെയാണ് ദൈവമെന്ന് പ്രസ്താവിക്കുന്ന അനേക ദുരുപദേഷ്ടാക്കന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയും. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് തന്നെയാണ് അന്ന് ഏറ്റുപറഞ്ഞത്. കർത്താവ് പറഞ്ഞില്ല ഞാൻ ദൈവമാണെന്ന് പറഞ്ഞില്ല, എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് സ്പഷ്ടമായ ഒരുപാട് വസ്തുതകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സത്യം തിരിച്ചറിയാതെ അബദ്ധങ്ങളിലാണ് ഇന്ന് കോടികളായ ക്രൈസ്തവ സമൂഹം കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനുകളെക്കുറിച്ച് വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക്
അതിൻ്റെ അർത്ഥവും ദൈവവചനത്തിൻ്റെ ഭംഗിയും അതിൽ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ചുള്ള ഉറപ്പും പ്രാപിക്കാൻ കഴിയുള്ളൂ. ഈ വിഷയം വളരെ വാക്യങ്ങളൊക്കെ എടുത്ത് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അത് സമയം നീണ്ടുപോകും എന്നുള്ളതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും.